കഴിഞ്ഞ ദിവസം ഇങ്ങനെ റീലിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കല്ലുമ്മക്കായ് ബിരിയാണിയുടെ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കല്ലുമ്മക്കായ് നല്ലോണം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് പ്രഷർ കുക്ക് ചെയ്യണം ഒരു 10 മിനിറ്റ്സ്. കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കി മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് 2 സവാള ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിനുശേഷം ചില്ലി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കറിവേപ്പിലയും തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും വഴറ്റിയെടുത്ത് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അധികം ഗരം മസാലയും പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും ഇട്ട് നമ്മളുടെ വേവിച്ച് വെച്ചേക്കുന്ന കല്ലുമ്മക്കായ ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. കൂടെ ഞാൻ കുറച്ച് ആ വേവിച്ച സ്റ്റോക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ മസാല സവാളയൊക്കെ ഇട്ടിട്ട് ഒന്ന് കൈമ റൈസ് ഒന്ന് വറുത്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. റൈസ് കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇത് ദം ചെയ്തു. അപ്പോൾ റൈസ് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കല്ലുമ്മക്കായൻ്റെ സ്റ്റോക്ക് യൂസ് ചെയ്തിട്ടാണ് റൈസ് കുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലേവർ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്ത് നിൽക്കേണ്ടതാണ്. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയുള്ളൂ. ബൈ.